രണ്ട് വലത്തെ കൈ പറഞ്ഞു. പോയി അന്വേഷിക്കും. ഇപ്പോ ആ വലത്തെ കൈ ഞാൻ പറഞ്ഞു നമുക്കുള്ളത് പോലത്തെ കൈയല്ല. പിന്നെ വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താ? ലാത്ത മനാത്ത ഉസ്താന്റെ വാപ്പന്റെ പേരെന്താ? അതെനിക്കറിയില്ല. അത് അല്ലാഹു അല്ലേ? അല്ല. അതല്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞു? ഖുർആൻ എടുത്ത് വായിച്ചു നോക്ക്. ഇപ്പൊ ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ദൈവം ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. എന്റെ ദൈവം ഡിങ്കനാണ്. ഡിങ്കനാണ് എന്റെ ദൈവം. ഡിങ്കൻ ഡിങ്കൻ എന്ന് പറഞ്ഞാല് ഡിങ്കൻ അറിയില്ലേ? ഡിങ്കൻ അറിയില്ലേ? ഡിങ്കൻ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന ചില ബാല മാസികകളിലൊക്കെ കാണാം. അങ്ങനത്തെ ആണോ? ആ ഡിങ്കൻ അങ്ങനെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഡിങ്കൻ അങ്ങനെ പല സ്ഥലത്തും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. സംശയിക്കേണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. ആടിങ്കനാണോ ഉദ്ദേശിക്കുന്നത്? ഓ ആടിങ്കനാണോ? ആ ആടിങ്കനും ഇതിൽ പെടും. അപ്പൊ ഡിങ്കൻ തന്നെ എത്ര ഉണ്ട്? അത് പല സ്ഥലത്ത് പല രീതിയിൽ തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ മാനിഫെസ്റ്റ് ചെയ്യും. അതന്നെ പറഞ്ഞു, പല രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. ദൈവത്തിന് പ്രത്യേക രീതി രൂപമില്ലാന്നല്ലേ നമ്മൾ പറയാറ്. ഇപ്പൊ അള്ളാഹു എന്ന് പറയുമ്പോ നിങ്ങളെ മനസ്സിലൊരു രൂപല്ലേ? ഇല്ല. ഇല്ലേ? അങ്ങനെ പ്രത്യേക രൂപം കൽപ്പിക്കാൻ പാടില്ലല്ലോ. രൂപമില്ലാത്ത അരൂപിയല്ലേ അള്ളാഹ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല അസൽ നുണ പറയുന്ന ആളാണ്. അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിൽ രൂപം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയാണ്. രൂപം ഇല്ലല്ലോ അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പറയാ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ടല്ലോ. ഇസ്ലാമിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? രണ്ട് വലത്തെ കൈ, അള്ളാഹുവിന് മറ്റേ കാലുണ്ട്, കൈയുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല, നമ്മളെ കൈ പോലെ അല്ല. അള്ളാഹുവിന് രണ്ട് വലത്തെ കൈയാണുള്ളതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ ഈ കൈ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ കൈ എന്താണ്? കൈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ കൈ ഉദ്ദേശിക്കുന്നത് വലത്തെ കൈ എന്ന് പറയുമ്പോ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ എന്താണ്? നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിടിക്കുന്നു. അതുപോലെ അള്ളാഹു പിടിക്കുന്നു. അപ്പൊ അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ടെന്ന് പറയുമ്പോ എന്താണ് അതിന്റെ അർത്ഥം? വശമുണ്ടോ? അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ട്. വശം അള്ളാഹുവിന് രണ്ട് എന്നൊക്കെ പറയുന്നതിനേക്കാൾ മുന്നേ അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ട് എന്ന് പറയുമ്പോ എന്താന്ന് പറയൂ. എന്റെ കോഴികൾ കാണാൻ രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞാല് എന്താണ്? നമുക്ക് അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതെ, ഇസ്ലാമില് പഠിപ്പിക്കുന്നല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഇതൊക്കെ പഠിക്കണ്ടേ? അത് നിങ്ങൾ അത് അങ്ങനെ പഠിച്ചു പോയത് ഇപ്പൊ എന്റെ കുഴപ്പമാണോ? നിങ്ങൾ കൂടുതൽ പഠിക്കൂ. പഠിക്കാൻ തയ്യാറാവണ്ടേ? പഠിക്കാൻ തയ്യാറാവാതേക്ക് വിളിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ രോഷം കൊണ്ടിട്ട് കാര്യമുണ്ടോ? അല്ല, നിങ്ങളിങ്ങനെ ഈ വികാരം കൊണ്ടിട്ട് കാര്യമില്ലെന്നേ. വികാരത്തില്ല, നമ്മൾ ചോദിക്കുന്നു. അപ്പൊ അതന്നെയല്ലേ പറയുന്നത്. ദൈവത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതല്ലേ പറയുന്നത്. രണ്ട് വലത്തെ കൈ പറഞ്ഞു പോയി അന്വേഷിക്കും. ആ വലത്തെ കൈ ഞാൻ പറഞ്ഞു നമുക്കുള്ളത് പോലത്തെ കൈയല്ല. പിന്നെ വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താണ്? രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞ എന്താ? രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വർഷം ഇല്ലല്ലോ. നമുക്ക് രണ്ട് വലത്തെ കൈ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു വർഷമുള്ളത്, കൈയുള്ളത്, കാലുള്ളതൊക്കെ നമുക്കാണ്. രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വലത്തെ കൈന്റെ ആവശ്യമില്ല. അള്ളാഹുവിന് രണ്ട് വലത്തെ കൈ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരു കൈക്കിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ലല്ലോ. നിങ്ങളത് അറിയാത്തത് എന്റെ കുഴപ്പമാണോ? അതെവിടെ പറഞ്ഞു രണ്ട് വലത്തെ കൈന്ന്? അപ്പൊ സൃഷ്ടികളോട് തുല്യേ തന്നെ പറഞ്ഞെന്താ? വലം ഇക്കുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യമായിട്ടൊന്നുമില്ല.
അപ്പൊ നിങ്ങൾ പറയൂ, രണ്ട് വലത്തെ കൈ എന്താണ്? ഏഹ് രണ്ട് വലത്തെ കൈ എന്ന് പറയുമ്പോ എന്താണ്? രണ്ട് വലത്തെ കൈ അത് നിങ്ങളാണല്ലോ പറയേണ്ടത്. കാരണം ഞാനാണോ പറയുന്നത്? ആ അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, രണ്ട് കൈയും വലത്തെ കൈയാണ് എന്ന് പറയുമ്പോ അതെന്താന്ന് പറയും. ബാക്കി രൂപമൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളത് കേട്ടിട്ടില്ലേ? ഇങ്ങനെ രണ്ട് വലത്തെ കൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ പൊന്നു കോയ ഇസ്ലാമിന്റെ കുഴപ്പം. നിങ്ങളുടെ ബുദ്ധിക്കും ബോധത്തിനൊന്നും നിരക്കുന്ന കാര്യങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ മനസ്സിലായോ? പടച്ചോനെ കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. യുക്തിയൊക്കെ പഠിച്ചം തന്നെയല്ലേ? ഏത് പഠിച്ചാൻ? ഏത് പഠിച്ചാൻ? നമ്മള് പഠിച്ച സൃഷ്ടാവ് അതാരാണ്? അതാണ് പഠിച്ച അള്ളാന്ന് പറയുന്നത്. അതപ്പോ ബ്രഹ്മാവ് അങ്ങനെയാണെന്നല്ലേ ഹിന്ദുക്കൾ പറയണേ? അപ്പോഴോ ബ്രഹ്മാവാണെന്നല്ലേ ഹിന്ദുക്കൾ പറയുന്നത്? ബ്രഹ്മാവ് അള്ളാഹു ഒന്നാണോ? അല്ല. അല്ല. അപ്പൊ നിങ്ങള് ഒരെണ്ണം അള്ളാഹു ആണെന്ന് പറയും, ഹിന്ദുക്കള് ബ്രഹ്മാവാണെന്ന് പറയും. അപ്പൊ ഇത് രണ്ടും കൂടി ക്ലാഷ് ആവില്ലേ? ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് ഇപ്പൊ യഹോവയാണെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. യഹോവയിൽ വിശ്വസിച്ച് അവിടെ പോയി മരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലും അതിൽ വിശ്വസിക്കാത്ത ആളുകൾ നരകത്തിലും പോകും. കേൾക്കൂ. അവർക്ക് രൂപമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ വെറുതെ തോന്നലാണ്. അവര് രൂപമൊന്നും പറഞ്ഞിട്ടില്ല. അഹങ്കാരി, നിനക്കിനി മാപ്പില്ല. അപ്പൊ രൂപമുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? രൂപം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നോ? രൂപം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു അത്? അല്ല, നമ്മള് വേറൊന്നും കൂടി പറയുന്നുണ്ട്. അല്ല, രൂപമുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? രൂപം ഉണ്ടായി പോയതാണോ അപ്പൊ നിങ്ങളുടെ പ്രശ്നം? അല്ല. പിന്നെന്താ പ്രശ്നം? മനുഷ്യനെ പോലെ ജനിക്കാൻ കഴിയില്ല, ജനിച്ചതല്ല ജനിച്ചതുമല്ല. അപ്പൊ യേശു ക്രിസ്തു അവിടെ തനിച്ചാവില്ലേ? ഇയാളെന്താ പിച്ചും പേയും പറയും. ഈ ത്രിയേകത്വത്തില് ദൈവപുത്രൻ എന്ന് പറയുന്നില്ലേ? ദൈവത്തിന്റെ പുത്രല്ലേ? ദൈവത്തിന്റെ പുത്രനില്ലാന്ന് പറ. അപ്പൊ പടച്ചോന്റെ പുത്രനില്ലേ? ലാത്ത മനാത്ത ഉസ്സ പടച്ചോന്റെ പുത്രന്മാരല്ലേ, പുത്രികളല്ലേ? അല്ല അല്ല. അത് ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ലാത്ത മനാത്ത ഉസ്സാന്റെ വാപ്പാന്റെ പേരെന്താ? അതെനിക്കറിയില്ല. അത് അല്ലാഹു അല്ലേ? അല്ല. അതല്ലാന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞു? ഖുറാൻ എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹു ജനിപ്പിച്ചതാണ് അവരെ. അതെ. ലാത്ത മനാത്ത ഉസ്ത എന്നീ മൂന്ന് പുത്രികളുടെ പിതാവായ അള്ളാഹു ആണ് നിങ്ങളുടെ ഏകദൈവം എന്നാണ് പറയുന്നതെന്നാണ് ഖുറാനിൽ തന്നെ ചോദിക്കല്ലേ? അത് അവിടെയുള്ള വിശ്വാസികളുടെ വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു. ലാത്ത മനാത്ത ഉസ്സ അവരുടെ ബാപ്പാന്റെ പേര് അള്ളാഹു എന്നാണ്. അപ്പോഴോ അല്ലാന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരി? നിങ്ങൾ ഖുറാൻ അറിയോ? നിങ്ങൾ ഖുറാൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അതങ്ങനെ നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അറബി നിന്നെ അടിച്ച് പുറത്താക്കി. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അറബി എന്നെയല്ല അടിച്ചത്, ഞാനാണ് അറബി അടിച്ചത്. ഒന്നുമില്ല. അർത്ഥം നിങ്ങൾക്ക് മുഴുവൻ അറിയോ? പറഞ്ഞില്ലേ ഒരു കൂട്ടര്? എന്ത് പറഞ്ഞിരുന്നു, പറഞ്ഞിരുന്നു. നിങ്ങൾ അതെവിടെ കേട്ടെ? ഖുറാൻ ഇപ്പൊ അങ്ങനെ വന്ന് തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റാവും. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താണ് നമ്മളുടെ ഗണപതി ശിവന്റെ മകനല്ല എന്ന് പറഞ്ഞ അതുകൊണ്ട് മകനല്ലാണ്ടാവോ? മകനാണോ? അല്ലേ? ഗണപതി ശിവൻ എന്നൊക്കെ പറയുമ്പോ അതൊരു സാങ്കല്പികല്ലേ? അപ്പൊ അള്ളാഹു സാങ്കല്പികല്ലേ? കുട്ട ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അള്ളാഹു സാങ്കല്പികല്ലേ? അള്ളാഹു ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കില്ലേ? അത് ശിവനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നില്ലേ? ശിവനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നില്ലേ ഹിന്ദുക്കള്? അതുകൊണ്ടാണല്ലോ നമ്മൾ അവരിൽ പെടാത്തത്. ശിവനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നത്. ശിവനുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നു, അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. രണ്ടും വിശ്വാസമല്ലേ? കെട്ടുകഥയല്ലേ? അപ്പൊ അള്ളാഹുല് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നില്ലല്ലോ. അതാ പറഞ്ഞേ. അപ്പൊ വിശ്വസിക്കാത്തത് കൊണ്ട് അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഭൂരിപക്ഷ ആളുകൾ അള്ളാഹുല് വിശ്വസിക്കുന്നില്ലല്ലോ. 25% മുസ്ലിങ്ങളുള്ളൂ, ബാക്കി 75% ആളുകളും അള്ളാഹുല് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ. മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. അവരുടെ വിശ്വാസം നമ്മൾ അംഗീകരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ മുസ്ലിങ്ങളുടെ അള്ളാഹുവിനെ ബാക്കിയുള്ളവർ അംഗീകരിക്കണം എന്തിനാ? നിങ്ങൾ എല്ലാവരുടെയും ഉണ്ടാക്കിയത് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കേണ്ട കാര്യം എന്താ? ഈ ഹിന്ദിക്ക് മറു ഹിന്ദി പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കർപ്പ എന്നല്ല. അതില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ?
ആ അപ്പൊ നിങ്ങൾ അത് അറിയാതല്ലേ ഈ ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞ ആളെ തിരുത്താൻ വേണ്ടി വന്നത്? അതെ. അപ്പൊ നിങ്ങൾ പഠിക്കണ്ടേ? ആ ഞാൻ പഠിക്കാം. അപ്പൊ പഠിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.